ഹല്ലേലൂയ, ഈ തിരുവചനം നാം ആരംഭം മുതൽ അവസാനം വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിലേക്ക് ഈ തിരുവെഴുത്തുകളെല്ലാം വിരൽ ചൂണ്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു എന്ന ഒരു ചരടിൽ കൊരുത്തെടുത്തിരിക്കുന്ന മുത്തുകളാണ് ഈ 66 പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് വിരൽ ചൂണ്ടുന്ന എല്ലാ തിരുവെഴുത്തുകളിലും പഴയ നിയമം പരിശോധിച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വരവിനായി തയ്യാറാക്കിയ ഒരു പുസ്തകമായിട്ട് അതിനെ നമുക്ക് കാണുവാൻ കഴിയും. സുവിശേഷങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ഡയറക്റ്റായിട്ട് നേരിട്ട് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകങ്ങളായിട്ട് നമുക്ക് സുവിശേഷങ്ങളെ കാണുവാൻ കഴിയും. പ്രവൃത്തിയുടെ പുസ്തകങ്ങളും ലേഖനങ്ങളും നാം ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയെ വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നിത്യമഹത്വത്തെ കുറിച്ച് അവിടെ അനാവരണം ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം അർപ്പിച്ചാട്ടെ. ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എന്നോട് സംസാരിച്ച ചില വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ യേശു ആരാണെന്നും യേശുവിനെ കുറിച്ച് നിനക്കുള്ള അഭിപ്രായം എന്ത് എന്നും അല്ലെങ്കിൽ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി വിധമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയും. മൂലക്കല്ലായിരിക്കുന്ന യേശുക്രിസ്തു മരണം വരിച്ചു. കാൽവരിയിൽ സ്വന്തം രക്തം ഊറ്റിത്തന്നു. അടിസ്ഥാന കല്ലുകളായിരിക്കുന്ന പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും രക്തസാക്ഷിത്വം വഹിച്ചു. ഹല്ലേലൂയ. ജീവനുള്ള കല്ലുകളായിരിക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള രക്തസാക്ഷിത്വം മരണം ഇല്ല എന്നും ലഭിക്കുകയില്ല എന്നും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മരണം ലഭിച്ചാലും അതിൽ സന്തോഷിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും?